ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 27 വിശുദ്ധ മോനിക്കയുടെ തിരുനാൾ. മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിൽ 332 ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചെങ്കിലും തഗാസ്റ്റെ എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്ന ഒരു വിജാതീയനെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് അഗസ്റ്റിൻ, നബീജിയസ് എന്ന 2 ആൺമക്കൾ ഉണ്ടായി. മോനിക്ക തൻ്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് 370 പാട്രീഷ്യസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. മകൻ അഗസ്റ്റിൻ കാർത്തേജിൽ 373 മാനിക്കേയൻ പാഷാണ്ഡത ആശ്ലേഷിച്ചു. അന്നു മുതൽ മകന്റെ ജ്ഞാനസ്നാനത്തിനു വേണ്ടി മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പല വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും മകനെ ഉപദേശിച്ചു. മാനിക്കേയൻ പാഷാണ്ഡതയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ആ മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. പ്രഭാഷണകല പഠിക്കാൻ അമ്മ അറിയാതെ അഗസ്റ്റിൻ ഒളിച്ച് റോമിലേക്ക് പോയി. റോമിൽ നിന്ന് ഉപരിപഠനത്തിനായി മിലാനിലേക്ക് പോയി. അവിടെ വച്ച് അദ്ദേഹം വിശുദ്ധ അംബ്രോസിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടു. മനിക്കേയിസം അഗസ്റ്റിൻ ഉപേക്ഷിച്ചു. മോനിക്ക കണ്ണുനീരോടെ വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അഗസ്റ്റിന്റെ സ്നേഹിതരെയും മോനിക്ക സ്വന്തം മക്കളെപ്പോലെ നോക്കി ശുശ്രൂഷിച്ചു. മക്കൾ ആഫ്രിക്കയിലേക്ക് മടങ്ങും മുൻപ് മക്കളോട് മോനിക്ക പറഞ്ഞു, തൻ്റെ മരണം സമീപിച്ചിരിക്കുന്നു. ഞാൻ മരിച്ചാൽ ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചു കൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ. 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം 56-ാമത്തെ വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ മോണിക്കെ, ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ
നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.